മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ, എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടന്നല്ലോ
വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി. കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥാ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിൻസന്റെ വേർപാടിൽ വളരെയധികം വേദനിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ച് ഏറ്റവും വേദന നിറഞ്ഞ ഒരു സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സ്നേഹിച്ച, നമ്മുടെ നാടിനെ അത്യധികം സ്നേഹിച്ച, കുടുംബത്തെ വളർത്തിയ പ്രിയപ്പെട്ട ലിൻസൺ മരണം മൂലം വേർപെട്ട് ദൈവത്തിൻ്റെ സന്നിധി പ്രാപിച്ചിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണമായിരുന്നു പ്രിയപ്പെട്ട ഈ മകൻ്റേത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ മുമ്പാകെ പരിപൂർണമായി പ്രിയപ്പെട്ട മകനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശ്വാസം തേടാം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരണത്തെക്കുറിച്ച് പറയുന്നത്, ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ്. ഒപ്പം തന്നെ അത് നിത്യജീവിതത്തിൻ്റെ ഒരു ആമുഖമാണ് ഈ ലോക ജീവിതം എന്നുള്ളതാണ്. നിത്യതയാണ് ഏറ്റവും ശാശ്വതമായിട്ടുള്ളത്. ഒരു പുസ്തകത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആമുഖം നോക്കിയാണ് നമ്മൾ പുസ്തകത്തെ തിരഞ്ഞെടുക്കുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലോക ജീവിതം, ഈ പ്രിയപ്പെട്ട മകൻ 54 വയസ്സ് വരെയാണ് ഈ ലോകത്ത് ജീവിച്ചത്. നമ്മെ സംബന്ധിച്ച് വളരെ ഹ്രസ്വമായ ഒരു ജീവിത കാലയളവാണത്. എങ്കിലും ദൈവത്തിൻ്റെ മുമ്പാകെ അത് ഹ്രസ്വമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ കൃപകളെ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാനുള്ള വലിയ ഭാഗ്യവും അനുഗ്രഹവും ദൈവം നൽകി. ഈ പ്രിയപ്പെട്ട മകനെ ഈ ആയുസ്സിൻ്റെ സമയത്ത് തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുക. നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഉപരിയായി നാം ചെയ്യുന്ന നന്മകളും നമ്മുടെ ജീവിതത്തിൻ്റെ ആഭിമുഖ്യങ്ങളും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പ്രിയപ്പെട്ട മകനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഈ പ്രിയപ്പെട്ട മകൻ നമ്മുടെ നാടിൻ്റെ വലിയ ഒരു അഭിമാനമായിട്ട് പരിലസിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. പ്രത്യേകിച്ച് കായിക മേഖലയിൽ ഈ പ്രിയപ്പെട്ട ദാസൻ നൽകിയിട്ടുള്ള അതുല്യമായിട്ടുള്ള സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് വലിയ മാതൃകയായി അദ്ദേഹം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിൽ തന്നെ വലിയ അഭിമാനമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഫുട്ബോൾ രംഗത്ത് വലിയ സംഭാവനകളാണ് പ്രിയപ്പെട്ട ദാസനിലൂടെ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദാസനെ ഓർത്ത് അഭിമാനിക്കാം. വേദനിക്കുന്ന ജീവിത പങ്കാളിയെ, പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ കടന്നു വന്നിരിക്കുന്ന നിലമ്പൂരിൽ നിന്നാണ്. പ്രിയപ്പെട്ട മിനിയുടെ ഇടവകയിലെ വികാരിയച്ഛനാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഇടവകയുടെ നാമത്തിലും കുടുംബാംഗങ്ങളേവരുടെയും നാമത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള അനുശോചനവും പ്രത്യേക പ്രാർത്ഥനയും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു.
ദൈവം തമ്പുരാൻ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് താങ്ങും കണലും ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടദാസന്റെ അഭാവത്തിലും നിങ്ങളെ നയിക്കുവാൻ കർത്താവ് വലിയ സഹായം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മിശിഹാതമ്പുരാനെ എൻ്റെ ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് എൻ്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ദാസരുമാരാധുരമാരെ അവിടുന്ന് അനുകൂലമാക്കി ആശ്വസിപ്പിക്കുമാറാകണമേ. രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനുമായി ഒരുവാനിരിക്കുന്നവനുമായ മിശിഹാതമ്പുരാനെ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുലിനു തുല്യം ധനരുടെ നാൾകളവോ ഹല്ലേലൂയ. പൂക്കുന്നിത വയലിൽ പൂച്ചെടി പോലെ ലോലാബോൽ ബ്രോവൽ റോകാദിശോനോലം വാദം ലോലം ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസന് നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിനും വെറുതെ സായിക്കും നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്നേഹം സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ. തന്റെ മരണത്താനുള്ള മരണത്തെ മായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ ബലിയാൽ ആദാമിന്റെ എല്ലാ മക്കളെയും പുണ്യമാക്കുകയും ചെയ്ത ഉത്തമനായ കർത്താവിനെ നാം ഓർത്ത് മഹത്വപ്പെടുത്താവന് തന്റെ ദാസന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ആയുഷ്കാലം മുഴുവനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. മരിച്ചവരെ ജീവിപ്പിക്കുകയും കബറടക്കപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനായ കർത്താവേ, ഇന്നീ സമയത്ത് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ നിന്റെ ദാസന്റെ ആത്മാവിനെ ഇവിടുന്ന് കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, എന്റെ സ്നേഹിതന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടെ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ച സകലവിശ്വാസികളോടുകൂടെയും പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ ഈ ദാസനെയും വസിപ്പിക്കണമേ. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് വലത്തു ഭാഗത്ത് നിർത്തണമേ. എല്ലാവരുടെ മേൽ അവിടുത്തെ കരുണ ചൊരിയണമേ. ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഉയരേകുന്നോൻ രാജാ, ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. അവരുള്ളിൽ നീരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുമ്പോൾ പാതാളത്തിൽ പോകാനായി വീടാ ഞാനെന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിയിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിന്നു മഹത്വം റിയോറാകെ മേലൈനുവാതാറേ. കരുണ നിറഞ്ഞവനേ, പുനരുദ്ധാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും. യാക്കോബിനുടെയും
വന്നവനും വരുവോനും മൃതനുയരും സ്തുതനെന്നു ശരീരാത്മാക്കൾ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ ദൈവമേ, മരണം മൂലം വേർപെട്ട് ഞങ്ങളുടെ സന്നിധി പ്രാപിച്ച പ്രിയപ്പെട്ട ദാസനെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ദാസന്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രിയപ്പെട്ട ദാസൻ വഴി ലോകത്തിന് ലഭിച്ച എല്ലാ നന്മകളെ പ്രതി നന്ദി പറയുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, ഞങ്ങളുടെ നാടിന്, ദേശത്തിന്, ഞങ്ങളുടെ സംസ്ഥാനമൊക്കെ ലഭിച്ച എല്ലാവിധമായ നന്മകളെ പ്രതി ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിൽ ലോകത്ത് ജീവിച്ചുള്ളൂവെങ്കിലും വലിയ അതുല്യമായ സംഭാവനകൾ ലോകത്തിന് നൽകുവാൻ, ഞങ്ങളുടെ ദേശത്തിന് നൽകുവാൻ തക്കവണ്ണം ദാസനെ ഒരുക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവമേ, പ്രിയപ്പെട്ട ദാസന്റെ ജീവിതകാലം ചെയ്ത കുറ്റങ്ങളെ, കുറവുകളെല്ലാം സമർപ്പിക്കുന്നു. ഇതിനെ പരിഹാരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദാസന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജീവിത പങ്കാളിയും പ്രിയപ്പെട്ട മക്കളെയൊക്കെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് നീ തന്നെ ആശ്വാസം നൽകണമേ. നീ തന്നെ അവർക്ക് താങ്ങും തണലും അഭയവുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്നത്തെ ശുശ്രൂഷയൊക്കെ ദൈവമായ കർത്താവ് തിരുനാമഭാവത്തിനായി തീരുവാൻ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടേതായ യാതനകളും പ്രാർത്ഥന തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കാവുന്നു. കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും നാം എല്ലാവരോടും കൂടെ മരണം മൂലം വേർപെട്ട ദാസന്റെ ആത്മാവോടുകൂടെ വേദനിക്കുന്ന കുടുംബാംഗങ്ങളേവരോടും കൂടെ എപ്പോഴും എപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമുരുകല്ലേ കണ്ണുനിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമുരുകല്ലേ കണ്ണുനിറയല്ലേ മണ്ണിലെ ഭവനം ഇടത്താവളം മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ
യോഗ്യത നൽകും. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. ബുദ്ധിമതികൾ കന്യകകൾ ചെയ്തതുപോലെ സ്നേഹത്തിൻ എണ്ണ പകരാം വിളക്കുകളിൽ. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി. മനമുരുകല്ലേ, കണ്ണു നിറയല്ലേ, മണ്ണിലെ ഭവനം ഇടത്താവളം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ലാസറിൻ സോദരിയായ മറിയത്തെ പോൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തർഹത നേടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി. മനമുരുകല്ലേ, കണ്ണു നിറയല്ലേ, മണ്ണിലെ ഭവനം ഇടത്താവളം. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ചിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ചിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ. കരുതി വയ്ക്കാം ബുദ്ധിപൂർവം ധനമേറെയും, സ്നേഹമോടെ സഹജർക്കായി പങ്കുവച്ചിടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി. മനമുരുകല്ലേ, കണ്ണു നിറയല്ലേ, മണ്ണിലെ ഭവനം ഇടത്താവളം. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ
അതു തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. ഞങ്ങളുടെ പാവമോചനത്തിനായി പണിതീലിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങനെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാവമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, ശക്തി
കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃശ്യത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടാകും. അവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സന്താനങ്ങളെ ഉത്ഥാന വഴി നവീകരിക്കുന്നവരുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ദ്രവനാമിഷിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചില കാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവ് വലിയനും സുത്യർഗനുമാകുന്നു. ആദ്യ പിതാവാമാകത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിശ്വാസിനാകുന്നു അരുചേരിലെ തിരുനാഥൻ. ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ. അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യനമർത്തത പുണരുന്നു. ദയമുള്ളവനോ അക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ. വിശിഹാരാജനെഴുന്നള്ളു പരിശുദ്ധന്മാരണിയണിയാ. എതിരേൽപ്പിന് നിരന്നീരൻ ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. സഹോദരരെ, വിശ്വപൗലോസ്ലിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രന്റെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാൻ അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ വയ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ
സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യപാപങ്ങൾ പോർക്കുന്നവനായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പോർക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഭരണകർത്താവുമായ ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ പിറന്ന് യോഗ്യതയേക്കാൾ വീടുകൾ തെറ്റി കുരിശിൽക്കരയ്ക്കപ്പെട്ട് കുരിശിലകപ്പെട്ട് പാതാളത്തിലിറങ്ങി നാളെ സ്വതന്ത്രേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ യാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനും ഭൂമിയിലെ സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണാത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരുന്നിൻ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മർത്യാനി എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാക്കി മറിഞ്ഞു ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിങ്ങൾ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പിടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. യുടെ നാട്ടിൽ നിത്യവിലും അണയട്ടെ ആനന്ദിമയാത്ര. പ്രതിഫലമേകും
എന്റെ പ്രാർത്ഥന എന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിഭാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്ദതയാൽ എൻ പ്രിയജനമേ അനുദിനം അലിവോടോർക്കണമെന്നെ. ഈ കർമ്മങ്ങള് വീട്ടിൽ അവസാനിക്കുന്നു. പള്ളിയിൽ വെച്ചാണ് അടുത്തുള്ള ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത്
മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ.
സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മതന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ
സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. God, stand at peace. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖ ദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ.
ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരെ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരെ, വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ? നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ, എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ പ്രിയരേ, സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ. സ്വർഗതാതന്റെ നീതി ഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എൻ്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിന്ന വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടച്ചൊല്ലുന്നെൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും, എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മോടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു.
പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു നാം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും, നീറി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു നാം. ദൈവപുത്രൻ വരുന്നൊഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു. കെട്ട പതിരെല്ലാം ചുട്ടെരിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങുന്നു നാം. ആയി
മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു മരണത്തിൻ മണിനാദം. മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ മരണത്തിൻ മണിനാദം. മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം. മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം. ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം. ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം. മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു മരണത്തിൻ മണിനാദം. മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ഉണർന്നിരിക്കൂ നിത്യവും
ൂടിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്താനം പ്രിയരെ നിങ്ങൾ കരിയരുതകിദേശം പുനരുദ്ധാനമോ നൽകാൻ വരുമല്ലോ ഈശോ മരണവും കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ അർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തൻ്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഫുട്ബോളിലൂടെ വളർന്ന പ്രത്യേകിച്ച് പോലീസ് സേനയിൽ ചേർന്ന് വളരെ ശക്തനായിട്ടുള്ള ഒരു ഫുട്ബോൾ താരമായിട്ട് ഒരു ഇതിഹാസമായിട്ട് തീർന്ന പ്രത്യേകിച്ച് നമ്മുടെ ഈ ലിസ്റ്റൻ്റെ അന്ത്യയാത്രയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇത് ഫുട്ബോൾ പ്രേമികൾക്കും അതിനേക്കാൾ ഉപരിയായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു അഭിമാനമാണ്. ഒരുപക്ഷെ അവരാണ് ഇവൻ്റെ വളർത്തി ഉണ്ടാക്കിയത്. അവരിലൂടെയാണ് നമ്മുടെ ലിസ്റ്റൻ വളർന്ന് പേരെടുക്കുന്നത്. ഇന്ന് പോലീസ് ട്രെയിനിങ് സെൻ്ററിൻ്റെ അഡീഷണൽ ഡയറക്ടർ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ആയിട്ട് അദ്ദേഹം ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അതിൽ നാളായിട്ടില്ല. ഇനിയും ഒരുപക്ഷെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളാണ്. പക്ഷേ വിധി അതിനെ തടസ്സമായി നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സൈലൻസ് അറ്റാക്കിലൂടെ ഇഷ്ടം നമ്മെ യാത്ര പറഞ്ഞിരിക്കുകയാണ്. അത് പത്രത്തിൻ്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ കരുത്തുറ്റ ഇടത്തെ കാലുകൊണ്ട് ഇടത്തെ വിദ്യയിലൂടെ ലിസ്റ്റൻ നയിക്കുന്ന പീരകിയുടെയാകുന്ന ഫുട്ബോൾ ഗോൾ കീപ്പറെ നിലംപരിശാക്കിയിട്ടാണ് പത്രക്കാർ അവിടെ ഭാഷയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ലിസ്റ്റനൊന്നും മറക്കാൻ സാധിക്കില്ല. ഈ സന്ദർഭത്തിലെ പ്രശസ്തിയുടെ ഒടുവിലേക്ക് വരുന്ന പ്രിയപ്പെട്ട ലിസ്റ്റൻ വിട പറയുമ്പോൾ നമ്മുടെ ചിന്ത മറ്റൊരു വഴിക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഇതുപോലെ പോകാനുള്ളവരാണ്. ലോകമേ യാത്ര എന്ന കവിത എഴുതിയ മേരിജോൺ ലോട്ടറിൻ്റെ കവിതയിലെ 4 വരി ഇവിടെ സാർത്ഥകമാണ്. സമർത്ഥനായ സിസ്റ്ററും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളവും തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശബ്ദമാറ്റമൊന്നുമില്ലതിൽ. എത്ര വലിയ ആളായാലും നമ്മളൊക്കെ ഇവിടെ വിട്ട് പോകാനുള്ളവരാണെന്നുള്ള ഒരു ചിന്ത ആ കവിയത്തിൽ പങ്കുവയ്ക്കുന്നത് ഇവിടെ വളരെ സന്ദർഭോചിതമാണ്. നമുക്ക് ലിസ്റ്റൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും ഞങ്ങളുടെ സേവനമായിട്ടുള്ള അനുഷ്ഠാനം നൽകുകയാണ്. പ്രത്യേക പ്രാർത്ഥന നൽകാനായിട്ട് ദിവസം വിനിയോഗിക്കുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും. 19-ന് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഈ പള്ളിയിൽ വെച്ച് നടക്കുന്നു. ബന്ധപ്പെട്ടവർ ഇതൊരു ക്ഷണമായി സ്വീകരിക്കാനായിട്ട് കുടുംബാംഗങ്ങളും ബന്ധപ്പെട്ടവരും അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന 19-ാം തീയതി രാവിലെ 9 മണിക്ക് കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്താനം പ്രതീക്ഷ വഴിയെന്ന് മരിച്ചവരെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മൃതയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. കർത്താവേ, എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ മണവേദനാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്താനത്തിൽ ശരീരം വർദ്ധിക്കുന്നു. ജീവന്റെയും മൃതയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂതാശകളാൽ എൻ്റെ ആത്മാവിന് കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോർത്തിരിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാർ അന്തരവിയലാത്താനത്തിൽ സ്വർഗം തന്നിൽ ഭൂതകണക്കെ രാജിക്കുന്നു. അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ നീതിമാന്മാരോടും ഉത്കൃഷ്ടമായ ഉയർപ്പും ജീവനോടത്തേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ലിസ്റ്റിനെ അനുഗമിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവിടുത്തെ കൃപ നിരന്തരം ഞങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം സ്വാധീനിക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. Go! Up! Full parade! Listen! Up! Full parade! Go! Up! Full parade! Order! Up! Remember it, the unfixed bonnet, head, unfixed. What? Attention. Remember it, under this. Remember it. Stand ready. Officer.
One round, good. Listen. Reload. Listen. Police. Halt. Down. Reload. Police! Halt! Load! This one, unload. Everybody, order! Up! Everybody, go! Up! Everybody, listen! Up! Everybody, just turn your arms. Rest! Sit. Turn the red. Listen. And. Turn the red. Go. And. Turn the red. Order. And. Turn the red. We'll fix planet. Hey. Right! Alright! Attention! Run for it! Go! Punt! Run for it! Listen! Punt!
Preparate. Order. Standard test. Alright. Attention. Preparate and fix planet. Red and fix. Alright. Red. Attention. Red. Under test. Pick up Kalikes. Attention. Preparate. Go. Up. Preparate. Break. Up. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ.
ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ